ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് ഞാനൊരു ബൺ ബേർഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഞാനൊരു കിളിക്കൂടിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പം അതിൽ ഞാൻ ആ കിളിക്കൂടിൽ കിളിയെയും കൂടെ വെച്ചിട്ടായിരുന്നു വീഡിയോ ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞതാണ് ആ കിളിയെ ഉണ്ടാക്കുന്നത് പിന്നീട് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. 1/2 ഗ്ലാസ് വാം മിൽക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റും 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം അതൊരു 5-10 മിനിറ്റ് ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടി വെക്കാം. ഇനി അതിൻ്റെ മാവിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ആ 1 കപ്പ് മൈദയിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ആക്റ്റീവായ ഈസ്റ്റിൻ്റെ ആ മിക്സ് കൊണ്ട് ഇത് നല്ലവണ്ണം ഒന്ന് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. ഈ മാവിപ്പം നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്ലാബിലേക്ക് ഇട്ട് ഇത് നല്ലവണ്ണം നീട്ടി വലിച്ച് കുഴച്ചെടുക്കണം. അങ്ങനെ വലിച്ച് കുഴച്ചാൽ മാത്രമേ ഇത് നല്ല ഒരു മയം കിട്ടുള്ളൂ. അപ്പം നല്ല ഇതിൽ പൊങ്ങി കിട്ടുകയും ചെയ്യും. ഇപ്പം ഇതിനെ ഒന്ന് നല്ലവണ്ണം ഒരു ബോളാക്കി ഒരു 1/2-3/4 മണിക്കൂർ അടച്ച് വെക്കുക. ഇതിപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള മാവാണ്. ഇത് നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്നുകൂടെ നമുക്ക് സ്ലാബിലിട്ട് കുറച്ച് മൈദ കൂടെ തൂവി ഒന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ കയ്യിൽ ഒട്ടുന്നതിനുള്ള കുറച്ച് മൈദ ഇട്ടിട്ടൊന്ന് കുഴച്ചാൽ മതി. ഇനി ഇതിന് ചെറിയ ചെറിയ 4 ബോൾസ് ആക്കിയിട്ട് ഈ 1 കപ്പ് മൈദ ഒരു 4 ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഇനി ഇതിൽ നിന്ന് ഒരു ബോൾ എടുത്ത് നമുക്ക് സ്ലാബിലിട്ട് ഇതുപോലെ നീളത്തിൽ ഉരുട്ടിയെടുക്കാം. അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം അടുത്തതും കൂടെ അങ്ങനെ രണ്ടും ഒരേ വലിപ്പത്തിലാക്കിയിട്ട് ഒരേ കനത്തിലും ഒരേ വലിപ്പത്തിലും ആക്കിയിട്ട് ഇതിനെ ഒന്ന് ഉരുട്ടിയെടുക്കാം. പിന്നെ ഇതേപോലെ ഫോൾഡ് ചെയ്യാം. ഒന്ന് മടക്കിയതിന് ശേഷം വേറൊന്ന് അതിൻ്റെ ക്രോസ് ചെയ്ത് മടക്കി അതിൻ്റെ അറ്റം ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടി ഇതുപോലെ വലിച്ചെടുക്കുക. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ആ ഒരു അറ്റത്ത് നമുക്ക് അതിൻ്റെ ഒരു കൊക്ക് പോലെ ഒന്ന് കൈ കൊണ്ടൊന്ന് ഇതാക്കി വെച്ച് കൊടുത്താൽ മതി. അതിന് കുരുമുളക് വെച്ചിട്ട് കണ്ണ് വെച്ച് കൊടുക്കാം. അതിൻ്റെ ആ ഒരു വാലിൻ്റെ ഭാഗം ഫോർക്ക് കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ബേർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതിനെ ഒരു 10 മിനിറ്റ് കൂടെ ഒന്ന് കവർ ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി ഒരു 10-15 മിനിറ്റിന് ശേഷം ഒരു എഗ്ഗ് യോക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ മേലയിൽ നല്ലവണ്ണം ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 20-25 മിനിറ്റ് വരെ ഇതിനെ ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിനി ഓവനിലേക്ക് മാറ്റുകയാണ്. ഒരു 20-25 ഓരോ ഓവൻ്റെ ചൂടിനനുസരിച്ചിരിക്കും. അതുപോലെ നോക്കി ഇതിനെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. നമുക്ക് മറ്റുള്ള ബണ്ണൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഗ്യാസിൽ വെച്ചിട്ടും ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. എങ്ങനെ വേണമെങ്കിലും ബേക്ക് ചെയ്യാം. ഇപ്പോൾ ഞാനിത് ബേക്ക് ചെയ്തത് എടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് ഒരു നനഞ്ഞ തുണി കൊണ്ടൊന്ന് അധികം നനവെള്ളമല്ല, നേരിയ നനവുള്ള ഒരു ടർക്കി കൊണ്ട് ഇതൊന്ന് കവർ ചെയ്ത് വെക്കാം. ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ അടിപൊളി ബേർഡ് ബൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും സാധാരണ നമ്മുടെ ബണ്ണിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ കിളിക്കൂടൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇതൊരു കിളി കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിൻ്റെ കൂടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.